പാതിരാമഴ ഏതോ ഹംസഗീതം പാടി. എന്റെ പൊന്നെ, അതെപ്പോ കേട്ടാലും അതില് ടാ 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 ടാ. അത് കേൾക്കുമ്പോഴത്തേക്കും കാലിന്റെ താഴേന്ന് തൊട്ട് എന്നാണ്ടൊരു സംഭവം ഇങ്ങനെ ഉരുണ്ട് കേറി വരും. നമസ്കാരം സാറേ, കാലിൽ വീണ് 100 നമസ്കാരം. ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഐ ഷുഡ് മെൻഷൻ ദം. ONV സാറ് ഇത് ട്യൂണിന് എഴുതിയ വരികളാണ്. ഓ, ഞാനൊരു പാടി എന്ന് എഴുതണ്ടേ? ആ സമയത്ത് ഓൺ ദി സ്പോട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് എഴുതി തന്നതാ. അവിടെ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ അത്. പിന്നെ ഈ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് ഇതിൽ മനോഹരമായിട്ടുള്ള രംഗങ്ങൾ എഴുതി വെച്ച നമ്മളോട് കൂടിയില്ല, അദ്ദേഹത്തിനെയും ഞാൻ ഓർക്കുകയാണ്. ഡെന്നിസ് ജോസഫ് ഒരുപാട് സൂപ്പർ ഹിറ്റ് ഫിലിം ഒരു സമയത്ത് തന്നിട്ടുള്ള ആളാണ്. പിന്നെ സിബി മലയിൽ പറയണോ, എത്ര പടങ്ങൾ, മ്യൂസിക്കൽ പടങ്ങൾ. പിന്നെ അതിൻ്റെ ഒരു പ്രൊഡ്യൂസർ ഉണ്ട്, സംഗീതത്തിനെ നമ്മളെക്കാളും സ്നേഹിക്കുന്ന ഒരു പ്രൊഡ്യൂസർ, നന്നായിട്ട് പാടും, കറിയാച്ചൻ. പിന്നെ പാടിയ ചിത്രദാസേട്ടനെ നമ്മൾ മറക്കാൻ പറ്റില്ല. അവരെല്ലാം ഈ സമയത്ത് വളരെ നന്ദിയോടെ ഞാൻ സ്മരിക്കുകയാണ്. ശരിക്കും ആ ഒരു സിനിമയും ഈ അതിലെ പാട്ടുകളൊക്കെ ഇപ്പോഴും എല്ലാ മലയാളികൾക്കും ഒരു സിനിമയെ കുറിച്ച് പറയല്ലേ, പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമോഷണൽ. നേരത്തെ സംസാരിക്കുമ്പോ അതാ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ ഇത് ഉണ്ടാക്കുമ്പോ അപ്സെറ്റ് ആയിട്ടുണ്ടോ? വിഷമമുള്ള സിറ്റുവേഷൻ. അന്ന് നമ്മൾ അതിനൊരു ട്യൂൺ ഉണ്ടാക്കുന്നു, അതിന് വരികൾ എഴുതുന്നു. അപ്പൊ ഈ വരികളെ കേട്ടപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഈ സിറ്റുവേഷനിൽ വരുന്നത് ഞാൻ ചിന്തിച്ചു. പക്ഷെ ആ സിറ്റുവേഷൻ വന്നിട്ട് ഈ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവിടെ മോഹൻലാലിന്റെ അമ്മാനച്ചന്റെ സ്റ്റുഡിയോ, സുജാത സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ മ്യൂസിക് ഡയറക്ടർ ദേവയുടെ ഒരു അനിയന്മാരുണ്ട്. ഒരു അനിയൻ കീബോർഡ് വായിക്കുന്നു, 2 അനിയന്മാര്, ഷബേഷ്. അതിൽ കണ്ടക്ട് ചെയ്യുന്ന മുരളിയാണ്. ആ മുരളി എന്ന് പറഞ്ഞാൽ വെള്ളേ ഇടുള്ളൂ. പക്ഷേ ഈ ചെങ്ങാതി കണ്ടക്ട് ചെയ്യാണ്. ഓരോ സീനും നിന്നിട്ട് മ്യൂസിക് ഇങ്ങനെ പോവാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഓർക്കസ്ട്ര ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക, അവർക്ക് കാണാൻ പറ്റില്ല. ഇങ്ങനെ ഇത് കണ്ടുകൊണ്ട് അത് ആ സീനിനനുസരിച്ച് കണ്ടക്ട് ചെയ്യണം, നൊട്ടേഷൻസ്. ഓരോ റീല് കഴിയുമ്പോഴും നമ്മൾ ഉള്ളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ ഈ ഷർട്ട് ഊരിയിട്ട് പിഴിയും. ഇത് മുഴുവൻ അങ്ങോട്ട് വെള്ളത്തിൽ നനഞ്ഞ് കുളിച്ച പോലെ കരഞ്ഞിട്ടാ കരയാണ്. 2 കണ്ണിന്ന് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും. ഇതൊന്നും എക്സാജറേഷൻ അല്ലട്ടാ. ഈ മ്യൂസിഷ്യൻസ് ഇത് കാണുന്നുണ്ട്, ഇയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ അതിൽ വായിച്ച ഓരോരുത്തർ കോറസ് പാടുമ്പോൾ ആ മ്യൂസിക് പാടുമ്പോൾ അത് അങ്ങനെ ശ്രദ്ധിച്ച് പാടും. അത് കഴിഞ്ഞാൽ അടുത്ത റീലിടും. ഇന്നത്തെ പോലെ ഒട്ടിച്ചു വെക്കുന്നതല്ല, ഒരു റീൽ മുഴുവനായിട്ട് ചെയ്യണം, തുടങ്ങിയാൽ അവസാനം വരെ. ഒരു റീൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത റീലിട്ട് കാണും. അപ്പം ഞാൻ അവിടെ സെൻറ്ററിലുണ്ടാവും, ഇരുന്ന് നൊട്ടേഷൻ എഴുതും, അസിസ്റ്റൻസിന് കൊടുക്കും. അതിനുവേണ്ടി റീലിടുമ്പോൾ ദേ കനോട്ട് വിത്ത്സ്റ്റാൻഡ്. ആ കഥാപരമായിട്ട് അതിലത്തെ സീൻ കാണുമ്പോൾ അവർക്കത് കാണാൻ പറ്റുന്നില്ല. സച്ച് എ പെനിട്രേറ്റിംഗ്, അത്രയും ഇമോഷണലായിട്ട് ഇറങ്ങി ഓടുക എല്ലാവരും സ്ക്രീനിന്ന്. ഇതൊക്കെ ഞാൻ വേറൊരു സിനിമയ്ക്കും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിതിവിടെ പറയുന്നത്. സോ ആ പടത്തിനെ കുറിച്ച് ഇപ്പോഴും അതിലത്തെ ഒരു സീൻ ഞാൻ സീരിയസ് ആയിട്ട് പറയില്ല. പറഞ്ഞ അപ്പൻ്റെ കയ്യിൽ നിന്ന് പോകും. ഐ കനോട്ട് കൺട്രോൾ. ഞാൻ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ കാണില്ല എന്ന് തീരുമാനിച്ച സിനിമകളിൽ ഒന്ന് ആകാശദൂതാണ്. പറ്റത്തില്ല. പിന്നെ ഒരു ടൈമില് കരയില്ല എന്ന് പറഞ്ഞ് ബലം പിടിച്ചിരുന്ന പലവരും അതുകൊണ്ടാണല്ലോ രാഗം തിയേറ്ററില് ഈ സിനിമയ്ക്ക് വരുമ്പോ തൂവാല ഫ്രീയാ. ടിക്കറ്റിന്റെ കൂടെ തൂവാലുണ്ട്. 3D ഗ്ലാസ് കിട്ടുന്ന പോലെ തൂവാല ഫ്രീ.